ശസ്ത്രക്രിയയ്ക്കിടെ ആലപ്പുഴയിലെ സ്ത്രീയുടെ വയറ്റിൽ കത്രിക മറന്നുവെച്ചത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വീഴ്ച ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. സർക്കാർ ആശുപത്രികളിൽ തുടരെ പ്രശ്നങ്ങളാണെന്ന് വരുത്താനാണ് ശ്രമം. മുൻകരുതൽ സ്വീകരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് എന്നും MV ഗോവിന്ദൻ വ്യക്തമാക്കി. പല സ്ഥലത്തും റീത്തി വെച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങളാണ് റീത്തി വെക്കുന്നത് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് ആദ്യമായിട്ട് റീത്തി വെച്ചത് യൂത്ത് കോൺഗ്രസ്സാണ്. അപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് എന്തും ചെയ്യാൻ അവകാശമുണ്ട് എന്ന നിലയിലുള്ള ഒരു വർക്കിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇനി ഞങ്ങൾ സെക്രട്ടേറിയറ്റ് അതിശക്തിയായിട്ട് അതിനെ പ്രതിഷേധിച്ചിട്ടുണ്ട്. ഈ നില തുടർന്നാൽ അത് സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പ്രതികരണം കൂടിയായി ചേർന്നായിരിക്കും. അപ്പോൾ വലിയ സംഘർഷത്തിലേക്കാണ് കാര്യങ്ങൾ നീക്കുക. സംഘർഷം ഉണ്ടാക്കാനാണ് കോൺഗ്രസും യൂത്ത് കോൺഗ്രസും UDF എല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് ഓപ്പറേഷൻ നടന്നിട്ടുണ്ടല്ലോ, അതിലൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ അത് കാണാതെ ഇത് മാത്രം പ്രവർത്തിക്കേണ്ട കാര്യമില്ല. തുടർച്ചയായിട്ടൊന്നുമില്ല. ഒറ്റപ്പെട്ട സംഭവം വളരെ ഒറ്റപ്പെട്ട സംഭവം. അതൊക്കെ തന്നെയാണ്, അതെല്ലാം ഒറ്റപ്പെട്ട സംഭവം തന്നെയാണ്. ഇങ്ങനെയുള്ള സംഭവം ഉണ്ടാകാൻ പാടില്ല. ഇത് 5 കൊല്ലം മുമ്പുള്ളൊരു സംഭവമാണ്. മറ്റേതും അതേപോലെ. അസ്ലം ചേരുന്നു കോഴിക്കോട് നിന്ന്. അസ്ലം, CPIM സംസ്ഥാന സെക്രട്ടറി ഈ വിഷയത്തെ സമീപിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന്. രണ്ടാമത്തേത്, മന്ത്രി വീണ ജോർജിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി എന്താണ്? അതിലെന്തെങ്കിലും സൂചനകളുണ്ടോ? നിഷാദ്, അതുപോലെ തന്നെ സർക്കാരിനുമായി ബന്ധപ്പെട്ട വകുപ്പുകളിലെ വീഴ്ചകൾ ഒറ്റപ്പെട്ട സംഭവമാണെന്നുള്ള സമാനമായ രീതിയിൽ തന്നെ ഇതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്. പലതവണ ഹർഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോഴും പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണ്, അതിനെ പർവ്വതീകരിക്കാൻ എല്ലാം മോശമാണെന്ന് പറയാൻ വേണ്ടിയുള്ള ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം തന്നെ പ്രതിഷേധത്തിനെതിരെ അദ്ദേഹം കൃത്യമായി തന്നെ അത്തരമുള്ള എന്തും ചെയ്യാമെന്ന രീതിയിലേക്ക് യൂത്ത് കോൺഗ്രസ്സുകാർ പോവുകയാണെങ്കിൽ അതിൻ്റെതായ പ്രതികരണം ഉണ്ടാകും എന്നുകൂടി പറയുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ അത് സംഘർഷത്തിലേക്ക് നയിക്കുക എന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള റീത്ത് വെക്കൽ പോലുള്ള പ്രകോപനപരമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോയാൽ CPIMൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ CPIMൻ്റെ ബഹുജന സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടാകും യൂത്ത് കോൺഗ്രസ് നേരെ എന്ന് വളരെ കൃത്യമായി മുന്നറിയിപ്പ് നൽകുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് തന്നെ വന്നിരുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ പുതുയുഗ യാത്രയിൽ പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളത്. അത്തരം ചില സൂചനകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരികയും ചെയ്യുന്നുണ്ട്. ശരി, അസ്ലമാണ് വിവരങ്ങൾ നൽകിയത്. MV ഗോവിന്ദൻ പതിവ് പോലെ വളരെ ഒറ്റപ്പെട്ട സംഭവം എന്നാണ് അദ്ദേഹം ഇതിനോട് പ്രതികരിച്ചത്.